ഇരുന്നുള്ളൂ. Good afternoon. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. നിങ്ങളൊന്ന് മെസ്സേജ് അയക്കണമെന്ന് നിർത്തോ? ഒരു മിനിറ്റ്. Yes, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, good afternoon. Okay. എന്താണ് ഭയങ്കര മെസ്സേജ് ആണല്ലോ എല്ലാവരും. ഗ്രൂപ്പൊക്കെ ആഡ് ചെയ്തോ? Yes, miss. Yes. ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ. എന്താ എടുത്തോണ്ടിരുന്ന ഓപ്പറേഷൻ തിയേറ്റർ അല്ലേ? ഉറക്കം വരുന്നുണ്ടോ? അന്ന് ഉറങ്ങിക്കോളൂ. Okay. ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണോ? എക്യുപ്മെന്റ്സ്, സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഏതൊക്കെയായിരുന്നു? മറന്നുപോയി. എൻഡോസ്കോപ്പോ? Okay, okay. Yes. Okay, very good. Then, okay. ഇനി നമുക്ക് നോക്കേണ്ടത് policy to enter in an OT. Policy to enter in an OT. എന്താണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ കിടക്കുന്ന സമയത്ത് എന്തൊക്കെ പോളിസീസ് ആണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെയായിരിക്കാം? ചാപ്റ്റർ ഓപ്പറേഷൻ തിയേറ്റർ അനിൽകുമാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് ചാപ്റ്റർ എടുത്തോട്ടോ. ഫസ്റ്റ് പേജ് കംപ്ലീറ്റ് ചെയ്തതാണ്, നോക്കിയാൽ മതി. ഓക്കെ. State the aim of your visit to our personnel and show your ID. ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് OT-യുടെ അകത്തേക്ക് കയറണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? എന്ത് കാണിക്കണമെന്നാണ് പറയുന്നത്? സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ്. അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിനെ കാണാനാണോ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണോ, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്നവരാണോ, ആണെങ്കിൽ എന്താണ് അവരുടെ പേർപ്പസ് എന്താണെന്ന്, വിസിറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിന്റെ കാര്യം എന്ന ലക്ഷ്യം എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ ID പ്രൂഫ് അല്ലെ, ID കാണിച്ചാൽ മാത്രമേ അതിന്റെ അകത്തേക്ക് നമ്മള്
പ്രവേശിക്കാനായിട്ട് അല്ലെ അതിന്റെ അകത്തേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു ഓൾ പേഴ്സണൽ ആൻഡ് ഷോ യുവർ ID. അതിന്റെ അകത്തുള്ള പേഴ്സണൽ ID ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? യെസ്. എന്താണ് അതിന്റെ അകത്ത് പ്രവേശനങ്ങൾ നമ്മൾ ID പ്രൂഫ് കാണിച്ചിരിക്കണം. Then artificial nails, extenders and chipped nail polish protect more microorganisms than hands and can possibly taint the sterile area, so avoid it. എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റില് ഹാൻഡ്സ് കഴിഞ്ഞിട്ട് ഏത് വാക്കാണ് കിടക്കുന്നത്? ഹാൻഡ്സ് കഴിഞ്ഞിട്ട് ഹാൻഡ്സ് ആൻഡ് can possibly contaminate എന്നാക്കണം കേട്ടോ. possibly contaminate എന്നാക്കണേ. possibly contaminate എന്നാക്കുക കേട്ടോ. അങ്ങനെ തന്നെയാണോ കിടക്കുന്ന ടെക്സ്റ്റില്? എങ്ങനെയാ എടുക്കുന്നത്? ഇതുപോലെ തന്നെയാണോ? possibly taint the sterile എന്നാണോ കിടക്കുന്നത്? possibly contaminate the sterile area. Contaminate. 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 Possibly contaminate sterile area, so avoid it. Artificial nails and extenders. എന്താണ് artificial nails? Artificial nails. Artificial nails, extenders, കൃത്രിമമായിട്ടുള്ള നഖങ്ങൾ, then extenders അല്ലെ, extenders ഉപയോഗിക്കും ചില ലേഡീസ്. then chipped nail polish, then എന്താണ് nail polishes, extenders, artificial ആയിട്ടുള്ള nails ഒക്കെ ഉപയോഗിച്ചിട്ടൊന്നും എന്താണ് OTയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇത്തരത്തിലുള്ള chipped nail polishും extendersന്റെ ഉള്ളില് എന്ത് കയറിയിരിക്കാൻ സാധ്യതയുണ്ട്? protect more microorganism അല്ലേ? സൂക്ഷ്മ രോഗാണുക്കള് ഇത്തരത്തിലുള്ള എക്സ്റ്റൻഡേഴ്സിലും ചിപ്ഡ് നെയിൽ പോളിഷസിലൊക്കെ കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തില് എന്താണ് ഹാൻഡ്സില് അത്തരത്തില് നഖമോ അല്ലെങ്കിൽ മറ്റ് നെയിൽ പോളിഷസ് ഒന്നും ഉപയോഗിച്ചിട്ടൊന്നും ആ OR റൂമിലേക്ക് കയറാനായിട്ട് പാടില്ല. അപ്പോ ഇതിലൊക്കെ എന്താണ് മൈക്രോ ഓർഗാനിസുകൾ ഒളിച്ചിരിക്കുന്നതിലാണ് ആ ഒരു ഏരിയ, സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ഏരിയ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ആ ഏരിയ മലിനമാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ നെയിൽസുകളോ എക്സ്റ്റൻഡേഴ്സുകളോ ചിപ്പ് നെയിൽ പോളിഷുകളോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ട് ആ റൂമിനകത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. പറയാം, ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റൻഡേഴ്സ് ആൻഡ് ചിപ്പ് നെയിൽ പോളിഷ് protect more organisms, micro organism. ഇത്തരത്തിലുള്ള വസ്തുക്കളിൽ എന്താണ് മൈക്രോ ഓർഗാനിസം സൂക്ഷ്മാണുക്കള് ഒളിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തില് ഇത്തരത്തിലുള്ള വസ്തുവകളൊന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അപ്പൊ ഹാൻഡ്സ് ഒക്കെ വളരെയധികം സ്റ്റെറൈൽ ചെയ്തിട്ട് നല്ല രീതിയിൽ ഹാൻഡ് വാഷ് ചെയ്തതിന് മാത്രമേ ഈ OR റൂമിന്റെ അകത്തേക്ക് നമ്മള് പ്രവേശിക്കാൻ പാടുള്ളൂ. സോ അവോയ്ഡ് ഇറ്റ്. അത്തരത്തിലുള്ള സാധനങ്ങളൊന്നും തന്നെ, അതായത് നെയിൽ പോളിഷസ് ഒന്നും ഉപയോഗിച്ചിട്ടൊന്നും അതിന്റെ അകത്തേക്ക് ആരും തന്നെ പ്രവേശിക്കരുത്. ഓക്കെ, അപ്പൊ എന്താണ് സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? യെസ്. തേർഡ് പോയിന്റ് എന്താണ്? റിമൂവ് ഓൾ ജ്വല്ലറി. കണ്ടാമിനേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മലിനമാകുന്നു, മലിനമാക്കപ്പെടുന്നു. മൈക്രോ ഓർഗാനിസത്തിനോട് ഉണ്ടാകുന്ന സാധ്യതയിൽ എന്താണ് ആ ഒരു ഏരിയ മലിനമാക്കപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഇത്തരത്തിലുള്ള നെയിൽ പോളിഷസ് ഒന്നും ഉപയോഗിച്ചിട്ട് അതിന്റെ അകത്ത് പ്രവേശിക്കരുത്. അതല്ല എന്താണ് മൈക്രോ ഓർഗാനിസത്തിന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് മാറും അതല്ലെങ്കിൽ. ഓക്കെ, എന്താണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ഒക്കെ ചെയ്ത് വളരെ വൃത്തിയായിട്ടുള്ള ഹാൻഡ്സ്
മാത്രമായിട്ട് വേണം അതിന്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട്. ദെൻ റിമൂവ് ഓൾ ജ്വല്ലറി. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നിൽക്കുന്ന സ്റ്റാഫുകളൊക്കെ ആഭരണങ്ങൾ കിട്ടിയിട്ടാണ് നിൽക്കുന്നത് കണ്ടിട്ടുള്ളത്? ആണോ? നോ അല്ലെ? ചിലപ്പോ ഒരു ചെറിയൊരു കമ്മൽ ഇട്ടിട്ടുണ്ടായിരിക്കാം, ചിലവര്. ദെൻ മറ്റൊരു സാധനങ്ങളും ഒറ്റ ജ്വല്ലറീസും ഒന്നും അവരുടെ കയ്യില് ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ടാണ് റിമൂവ് ഓൾ ജ്വല്ലറി എന്ന് പറയാൻ കാരണം? അവിടെയും എന്തിനുള്ള സാധ്യതയുണ്ട്? ജ്വല്ലറീസ് ഒക്കെ ഉപയോഗിച്ചാല് അവിടെയും മൈക്രോ ഓർഗാനിസംസ് പ്രൊട്ടക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ? മറ്റ് സൂക്ഷ്മജീവികൾ അതില് ജ്വല്ലറീസിലൂടെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, മൈക്രോ ബാക്ടീരിയകൾ അല്ലെ? അപ്പൊ അത്തരത്തില് ആ ഒരു സിറ്റുവേഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ ജ്വല്ലറീസുകളും റിമൂവ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിന്ന് വരാം അല്ലെ? ഇത്തരം ജ്വല്ലറി ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസുകൾ ഉണ്ടായിരുന്നു വരാം. യെസ്, ഓക്കെ. അപ്പൊ അതിനാല് തിയേറ്റേഴ്സിൽ ഇപ്പോ നമ്മളിപ്പോ ലേബർ റൂമിലാണെങ്കിൽ പോലും അല്ലെ, നമ്മുടെ എല്ലാ ജ്വല്ലറീസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് എല്ലാവരെയും ഇപ്പോ ലേബർ റൂം മാത്രമല്ല, മറ്റെന്തോ പ്രശ്നമായാലും എല്ലാ ജ്വല്ലറീസും ഒക്കെ റിമൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ അത്. Then fourth point, put on surgical clothes, top and bottom. Surgical clothes must be worn only in the surgical area. Put on surgical clothes. OP റൂമിൽ എങ്ങനെയുള്ള ഡ്രസ്സുകളാണ് ഉപയോഗിക്കേണ്ടത്? എങ്ങനെയുള്ള ഡ്രസ്സുകളാണ്, എന്ത് തരത്തിലുള്ള ക്ലോത്ത്സുകളാണ് ഉപയോഗിക്കേണ്ടത്? സർജറിക്കൽ ക്ലോത്ത്സ് അല്ലെ? ടോപ്പ് ആൻഡ് ബോട്ടം. നമ്മൾ കണ്ടിട്ടില്ലേ തിയേറ്ററിൽ ഇങ്ങനെ ഫുള്ള് ഗൗൺ ആയിട്ടുള്ള ഡ്രസ്സുകള്, ഫുള്ളി കവേർഡ് ആയിട്ടുള്ളത്? യെസ്, ഫുൾ കവേർഡ് ആയിരിക്കും. സർജറിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ബി വോൺ ഓൺലി ദ സർജറിക്കൽ ഏരിയ. പക്ഷെ അവിടെ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അവിടെ ഉപയോഗിക്കുന്ന ക്ലോത്ത്സുകള് ആ ഒരു ഏരിയയിൽ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അല്ലെ? അല്ലെങ്കിൽ എന്താണ്, ഇൻഫെക്ഷൻസ് പകരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് ഉപയോഗിക്കേണ്ടത് അത്രയും അത്രയും ശ്രദ്ധിച്ചിട്ട് വേണം അവിടെയുള്ള ക്ലോത്ത്സുകളും മറ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് വെയറുകളൊക്കെ ഉപയോഗിക്കാനായിട്ട്. OR തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ മറ്റെവിടെയും ഉപയോഗിക്കാനും പാടില്ല. മറ്റെവിടെയുള്ള വസ്ത്രങ്ങളൊന്നും തന്നെ ഇവിടെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതിനത് അനുവദിക്കില്ല. ആ പോളിസിയിൽ അത് എൻറ്റർ ചെയ്യുന്ന കാര്യമില്ല. ഓക്കെ, പുട്ട് ഓൺ സർജറിക്കൽ ക്ലോത്ത്സ്. സർജറിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ബി worn only the surgical area. അവിടെ ഉപയോഗിക്കുന്ന സർജറിക്കൽ വസ്ത്രങ്ങള് അവിടെ മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സിൽ നമ്മൾ കണ്ടിട്ടില്ലേ, നീല കളറിലും പച്ച കളറിലൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള് സർജറിക്കൽ ക്ലോത്ത്സ്? യെസ്, ഓക്കെ. പിന്നെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? കവർ ഷൂസ് ആസ് പെർ ഏജൻസി പോളിസി. Also to cover head, caps are used. Surgical mask also as per policy. ഇനി cover shoes as per agency policy. അതായത് ആ ഒരു ഓർഡേജിലേക്ക് കിടക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു നിബന്ധനകൾ ഉണ്ടായിരിക്കാം അല്ലെ? അതിനനുസരിച്ചായിരിക്കണം ഷൂസുകളൊക്കെ കവേർഡ് ആയിട്ടുള്ള ഷൂസ് ആയിരിക്കണം അതിനകത്ത് ധരിക്കേണ്ടത്. ഹെഡ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ കണ്ടിട്ടില്ലേ ഡോക്ടേഴ്സും മറ്റു സ്റ്റാഫുകളൊക്കെ ഹെഡ് ക്യാപ്പ് വെച്ച് കവർ ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഹെഡ് കവർ ചെയ്തിരിക്കുന്നത്? യെസ്, ഒരു പ്രത്യേക തരത്തിലുള്ള ബ്രൗൺ കളറിലുള്ള ഒരു ക്യാപ്പ് വെച്ചിട്ടാണ് അത് ഹെഡ് കവർ ചെയ്യുന്നത്. ദെൻ ഷൂസും കവേർഡ് ഷൂസും ആയിരിക്കും അവിടെ ഇടുന്നത്. ഹെഡ് തല ക്യാപ്സ് വെച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ സർജറിക്കൽ മാസ്ക് ആൽസോ പെർ പോളിസി. പിന്നെന്തും യൂസ് ചെയ്തിട്ടുണ്ടാവും? സർജറിക്കൽ മാസ്കുകൾ അല്ലെ? സർജറിക്കൽ മാസ്ക് എന്താണ്? മുഖം കവർ ചെയ്യുന്ന, ഫേസ് കവർ ചെയ്യുന്ന തരത്തിലുള്ള മാസ്കുകളും അവിടെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ കവേർഡ് ഷൂസും അതുപോലെ തന്നെ എന്താണ്, to cover head, caps are used, then surgical mask also as policy. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് വെയർ ചെയ്തിരിക്കണം. ഓക്കെ, then perform a surgical hand scrub. Perform a surgical hand scrub as per agency policy. Surgical hand scrubs reduce bacterial count on hands,
before applying sterile gloves. എന്തിനാണ് ഹാൻഡ് സ്ക്രബ് ഉപയോഗിക്കുന്നതിന്? പ്രോപ്പർ ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നതിന് അല്ലെ, യാതൊരു വിധത്തിലുള്ള ബാക്ടീരിയസ് അല്ലെ ബാക്ടീരിയ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ബാക്ടീരിയ സൂക്ഷ്മാണുക്കളെ ഇൻഫെക്ഷൻസിൽ നിന്ന് നമ്മൾ തുരത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഹാൻഡ് വാഷ് ഹാൻഡ് സ്ക്രബുകൾ ഉപയോഗിക്കുന്നത്. യെസ്, perform surgical hand scrub and per agency policy surgical hand scrub reduce bacterial count on hands before applying sterile gloves. Gloves ഇടുന്നതിന് മുമ്പായിട്ട് ഹാൻഡ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിരിക്കണം അല്ലെ. സർജറിക്കൽ ഹാൻഡ് സ്ക്രബുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബാക്ടീരിയൽ കൗണ്ട് കൊടുക്കുന്നതിന് വേണ്ടി ബാക്ടീരിയനെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൈകൾ നല്ല വൃത്തിയായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സർജറിക്കൽ ഹാൻഡ് സ്ക്രബുകൾ ഉപയോഗിച്ചുകൊണ്ട് ബാക്ടീരിയ കൗണ്ട് കുറയ്ക്കുന്ന രീതിയിലുള്ള നല്ല വൃത്തിയായിട്ട് തന്നെ ഹാൻഡ് സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അതിനുശേഷമായിരിക്കണം എന്ത് ധരിക്കേണ്ടത്? ഗ്ലൗസ് ധരിക്കേണ്ടത്, സ്റ്റെറൈൽ ആയിട്ടുള്ള ഗ്ലൗസുകൾ ധരിക്കേണ്ടത്. ഓക്കെ, yes. Then asbestos denote absence of diseases causing microorganisms. Aseptic technique is a method used to avoid contamination from infectious agents, and it is used to keep alive a germ-free environment. Operative probe. Asepsis. എന്താണ് asepsis? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ വാക്ക്? asepsis. Aseptic techniques എന്താണ്? Asepsis denote absence of diseases causing microorganism. എന്താണ്? സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു അവസ്ഥയാണ് എന്ത്? ആസ്ബെസ്റ്റസ് എന്ന് പറയുന്നത് അല്ലെ. സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള അവസ്ഥ എന്താണ്? ആബ്സെൻസ് ഓഫ് ഡിസീസസ്. ആസ്ബെസ്റ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് ഓഫ് ഡിസീസസ് കേസിംഗ് മൈക്രോ ഓർഗാനിസം. സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു അവസ്ഥ അല്ലെ, രോഗമുണ്ടാക്കുന്ന രോഗാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു അവസ്ഥയെയാണ് ആസ്ബെസ്റ്റസ് എന്ന് പറയുന്നത്. അപ്പൊ അസെപ്റ്റിക് ടെക്നിക് എന്താണ്? ഈ രോഗാണുക്കളെ തടയുന്നതിനുള്ള അസെപ്റ്റിക് ടെക്നിക് ഉപയോഗിച്ചിട്ട് വേണം ആ മലിനമായ ഒരു ഏരിയ നമ്മള് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏജൻസിനെയൊക്കെ കളഞ്ഞുകൊണ്ട് ആ ഒരു ഏരിയ നമ്മള് സ്റ്റെറൈൽ ആക്കേണ്ടത്. ഓക്കെ, അപ്പൊ അസെപ്റ്റിക് ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു സിറ്റുവേഷൻ ആണ്, എന്ന അവസ്ഥയാണ് എന്ത്? അസെപ്സിസ് എന്ന് പറയുന്നത്. അപ്പൊ അസെപ്റ്റിക് ടെക്നിക് എന്തായിരിക്കാം? സ്റ്റെറൈൽ ടെക്നിക്. എന്താണ് അസെപ്റ്റിക് ടെക്നിക് എന്ന് പറയുമ്പോ? അസെപ്റ്റിക് ടെക്നിക്കൽ എക്സാമ്പിൾ എന്നൊക്കെ പറയാം. നമ്മൾ സ്റ്റെറൈൽ ടെക്നിക്സുകൾ എങ്ങനെയാണ്? ഗുഡ് ഹാൻഡ് വാഷ് അല്ലെ, ഗുഡ് ഹാൻഡ് ഹൈജീൻ, ഗുഡ് ഹാൻഡ് ഹൈജീൻ. Then disposing of contaminated waste appropriately. കണ്ടാമിനേറ്റ് ആയിട്ടുള്ള വേസ്റ്റുകൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബാഗ്സിൽ മാത്രം എന്താണ് ഡിസ്പോസ് ചെയ്യുക. സാനിറ്റൈസേഴ്സുകൾ ഉപയോഗിക്കുക. സ്റ്റെറിലൈസിംഗ് ടൂൾസ്. ഇതൊക്കെയാണ് എന്തിൽ വരുന്നത്? അസെപ്റ്റിക് ടെക്നിക്കുകളിൽ വരുന്നത്. എന്തൊക്കെയാണ് അസെപ്റ്റിക് ടെക്നിക്കൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? അതായത് മലിനമായ ഒരു ഏരിയ നമ്മള് എന്താണ് അണുവിമുക്തമാക്കുന്ന, ഇൻഫെക്റ്റഡ് ആയിട്ട് ഏരിയ നമ്മൾ അണുവിമുക്തമാക്കുന്ന പ്രക്രിയയാണ് എന്ത്? അസെപ്റ്റിക് ടെക്നിക് എന്ന് പറയുന്നത്. ഏതൊക്കെ രീതിയിലൂടെ നമുക്ക് ആ ടെക്നിക്ക് ഉപയോഗിക്കാം? ഗുഡ് ഹാൻഡ് ഹൈജീൻ അല്ലെ, ഗുഡ് ഹാൻഡ് ഹൈജീൻ. കൈകൾ നല്ല വൃത്തിയായിട്ട് വാഷ് ചെയ്യണം. ദെൻ ഡിസ്പോസിംഗ് ഓഫ്, അതവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഡിസ്പോസിംഗ് ഓഫ് കണ്ടാമിനേറ്റഡ് വേസ്റ്റ് അപ്രോപ്രിയേറ്റ്ലി. മലിനമായിട്ടുള്ള വസ്തുക്കള് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ബാഗ്സിൽ മാത്രമേ ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. തോന്നിയ സ്ഥലത്തൊന്നും അതൊന്നും നമുക്ക് വലിച്ചെറിയാനായിട്ട് പാടുള്ളതല്ല. ഏതൊക്കെ ടൂൾസുകള് ഏതൊക്കെ ഉപയോഗിച്ച മലിനമായ വസ്തുക്കൾ എവിടേക്ക് ഇടണമെന്ന് കൃത്യമായിട്ട് ലേബൽ ചെയ്ത ബാഗുകൾ അവിടെ വെച്ചിട്ടുണ്ടാവും. അതിൽ മാത്രമേ നമ്മള് വേസ്റ്റ് മെറ്റീരിയൽസുകളൊക്കെ ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെ, തോന്നിയ സ്ഥലത്തൊക്കെ വലിച്ചിട്ടാൽ എന്താണ്? അവിടെയൊക്കെ ഇൻഫെക്ഷൻസ് പകരാനും ഇത്തരത്തിലുള്ള രോഗാണുക്കൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതിനായുള്ള പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്ന ഒരു
ലേബിൾഡ് ബാഗിൽ മാത്രമേ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽസുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതൊരു അസെപ്റ്റിക് ടെക്നിക് ആണ്. ഹാൻഡ് വാഷിംഗ് ഒരു അസെപ്റ്റിക് ടെക്നിക് ആണ്. ഓക്കെ. Then sterilizing tools. മറ്റ് ടൂൾസുകളെല്ലാം തന്നെ എന്താണ് സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന ടൂൾസുകളെല്ലാം തന്നെ സ്റ്റെറിലൈസ് ചെയ്തതിന് മാത്രമേ ഒരു പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ. എന്താണ് അസെപ്സിസ് എന്ന് പറഞ്ഞാല്? അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിനോട്ട് ആബ്സെൻസ് ഓഫ് ഡിസീസ് കേസിംഗ് മൈക്രോ ഓർഗാനിസം, അല്ലെ? അണുവിമുക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം, സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായിട്ടുള്ള ഒരു അവസ്ഥയെയാണ് ആസ്പിസിസ് എന്ന് പറയുന്നത്. അസെപ്റ്റിക് ടെക്നിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമായിട്ടുള്ള പ്രദേശങ്ങൾ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിനെ നമ്മൾ അണുവിമുക്തമാക്കുന്ന, ജെൻ ഫ്രീ എൻവയോൺമെന്റ് ആക്കുന്ന ഒരു ടെക്നിക്കുകളാണ് അസെപ്റ്റിക് ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അസെപ്റ്റിക് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഏരിയനെ ജേം ഫ്രീ എൻവയോൺമെന്റ് ആയിട്ട്, അണുവിമുക്തമായ അന്തരീക്ഷമായിട്ട് മാറ്റിയെടുക്കുന്നത്. ഓക്കെ. എന്തൊക്കെയാണ് അപ്പോ പോളിസി ടു എൻറ്റർ ഇൻ ആൻ OT? ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറുമ്പോൾ എന്തെല്ലാം പോളിസീസ് ആണ് അംഗീകരിക്കേണ്ടത്? എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? യെസ്. State the aim of your visit to all personnel and show your ID. അതിന്റെ അകത്ത് കയറുന്നതിന് മുമ്പായിട്ട് ID കാർഡ് കാണിച്ചിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്താണ്? Artificial nails, extenders and chipped nail polish protect more microorganisms. The hands can possibly contaminated the sterile area, so avoid it. അല്ലെ? യാതൊരു വിധത്തിലുള്ള എക്സ്റ്റൻഡേഴ്സുകളോ ചിപ്ഡ് നെയിൽ പോളിഷുകളോ ഒന്നും തന്നെ ഉപയോഗിച്ച് ORTയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. അതിലെല്ലാം തന്നെ എന്താണ്? അത് മൈക്രോ ഓർഗാനിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. ദെൻ റിമൂവ് ഓൾ ജ്വല്ലറി. എല്ലാവിധ ജ്വല്ലറീസും ഒഴിവാക്കേണ്ടതാണ്. ദെൻ ഫോർത്ത് പോയിന്റ് എന്താണ്? ഫോർത്ത് പോയിന്റ്, put on surgical clothes top to bottom. Surgical clothes must be worn only the, എവിടെയാണ് ഉപയോഗിക്കുന്നത്? Only the surgical area. Okay. Then fifth point എന്താണ്? കവേർഡ് ഷൂസുകൾ ഉപയോഗിക്കുക, അല്ലെ? ഏജൻസി പോളിസി അനുസരിച്ച് കവേർഡ് ഷൂസുകളും പിന്നെ എന്താണ്? ടു കവർ ഹെഡ് ക്യാപ്സ് ആർ യൂസ്ഡ്. Then surgical masks also per policy. കവേർഡ് ഷൂസുകളും സർജറിക്കൽ മാസ്കുകളും ക്യാപ്പ് ഹെഡ് കവർ ചെയ്യുന്ന തരത്തിലായിരിക്കണം. ഇതിലുള്ള ക്യാപ്സുകൾ യൂസ് ചെയ്തിട്ട് വേണം അതിന്റെ അകത്ത് പ്രവേശിക്കാനായിട്ട്. സിക്സ്ത് പോയിന്റ് എന്താണ്? സർജറിക്കൽ ഹാൻഡ് സ്ക്രബ് ഉപയോഗിക്കണം, അല്ലെ? സർജറിക്കൽ ഹാൻഡ് സ്ക്രബ് ഉപയോഗിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട്, അല്ലെ? ബാക്ടീരിയൽ കൗണ്ട് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുപയോഗിക്കാനാണ് പറയുന്നത്? സർജറിക്കൽ ഹാൻഡ് സ്ക്രബുകൾ ഉപയോഗിക്കുക. അതിനുശേഷമായിരിക്കണം ഗ്ലൗസുകൾ ഇടേണ്ടത്. അസെപ്സിസ്. എന്താണ് അസെപ്സിസ്? Absence of diseases causing microorganism. അസെപ്സിസ് എന്താണ്? സൂക്ഷ്മാണുക്കളിൽ നിന്ന് സ്വതന്ത്രമായ ഒരു അവസ്ഥയാണ് എന്ത്? അസെപ്സിസ് എന്ന് പറയുന്നത്. അസെപ്റ്റിക് ടെക്നിക് എന്താണ്? It's a method used to avoid contamination from infectious agents. അല്ലെ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഏജൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സുകളാണ് എന്ത്? അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ട് കൊണ്ടാണ് നമ്മൾ OR റൂമുകള് ജേം ഫ്രീ എൻവയോൺമെന്റ് ആക്കി മാറ്റിയെടുക്കുന്നത്. അസെപ്റ്റിക് ടെക്നിക്സുകൾ ഉപയോഗിച്ചിട്ടാണ് അണുവിമുക്തമായിട്ടുള്ള അന്തരീക്ഷം OR റൂമില് ക്രിയേറ്റ് ചെയ്യുന്നത്. To keep alive a germ-free environment. Okay. Policy to enter in an OT, clear ആണോ?
Okay. Then next നോക്കാം. Each operating rooms varies depending on the type of surgery being done. Each operating room varies depending on the type of surgery being done. എന്താണ് പറയുന്നത്? ഇനി എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഓരോ ഓപ്പറേറ്റിംഗ് റൂമിന്റെ പ്രത്യേകത എന്താണ്? ഏത് സർജറിനെ ബേസ് ചെയ്താണോ അതുകൊണ്ട് ഏത് സർജറി ആയിട്ടാണോ ബേസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളും ആയിരിക്കുള്ളൂ. ടൈപ്പ് ഓഫ് സർജറി, ഏത് ടൈപ്പ് സർജറിയാണ് അവിടെ നടത്തപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കുള്ളൂ അവിടുത്തെ ടൂൾസുകളും ഡിവൈസസുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ തന്നെ അതിൽ ഫിക്സ് ചെയ്തിട്ടുള്ള സെറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ എന്താണ്, ഏത് തരം സർജറി ടൈപ്പാണ്, ഓപ്പൺ സർജറി ആണോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ഉള്ള സർജറി പ്രൊസീജിയർ ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഷീൻസും ടൂൾസും ഡിവൈസസ് ഒക്കെ തന്നെ അതിന് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, so each operating room varies depending on the type of surgery. ഓരോ സർജറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെയുള്ള കാര്യങ്ങൾ ബാക്കി എല്ലാവരും സെറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും ഓപ്പറേഷൻ റൂം കണ്ടിട്ടുണ്ടോ? തിയേറ്റർ കണ്ടിട്ടുണ്ടോ? യെസ്, കണ്ടിട്ടുണ്ട്. റിയൽ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. നമ്മളല്ലാതെ റിയൽ ആയിട്ട് കണ്ടത് എത്ര പേരുണ്ട്? കണ്ടിട്ടില്ല. കാണാതിരിക്കട്ടെ അല്ലെ, കാണണ്ട. നമുക്ക് തിയേറ്റർ ഒന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. അങ്ങനെ സിറ്റുവേഷൻ ഒന്നും വരാതിരിക്കട്ടെ. ചോദിച്ചെന്നുള്ളൂ കേട്ടോ. മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ, വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് അതിന്റെ പ്രത്യേകത? തിയേറ്റർ എങ്ങനെയായിരിക്കും കാണാനായിട്ട്? യെസ്, ഓക്കെ, കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലെ, മറ്റു റൂംസിൽ നിന്നും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കും എന്ത് ഓപ്പറേഷൻ റൂം എന്ന് പറയുന്നത് അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. യെസ്, പഠിച്ചപോലെ എന്താണ്, ജേം ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും. എല്ലാ ഫെസിലിറ്റീസും അടങ്ങുന്ന ഒരു റൂം ആയിരിക്കും എന്ത് OT എന്ന് പറയുന്നത് അല്ലെ. ലൂമിനസ് ആയിട്ടുള്ള ഒരു റൂം ആയിരിക്കും എന്ത് OT. നമ്മൾ ആ ഒരു എൻവയോൺമെന്റ് പഠിച്ചതാണ് അല്ലെ. ആ എൻവയോൺമെന്റിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഫുൾ ടെമ്പറേച്ചർ ആണ്, ലൂമിനസ് ആയിട്ടുള്ള റൂം ആയിരിക്കും, ജേം ഫ്രീ റൂം ആയിരിക്കും അല്ലെ, ഫുള്ളി ലൈറ്റിനിങ് ആൻഡ് എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും. യെസ്, ഓക്കെ, മതി. Okay, the operating table in the center of the room should be able to rise, lower and tilt in any direction. എന്താണ് ഓപ്പറേഷൻ ടേബിളിന്റെ പ്രത്യേകത? In the center of the room should be able to raise, lower and tilt any direction. എന്താണ് ഓപ്പറേഷൻ ടേബിൾ എന്ന് പറയുന്നത്? അഡ്ജസ്റ്റബിൾ ആയിരിക്കും അല്ലെ. റേസ് ചെയ്യാനും ഉയർത്താനും താഴ്ത്താനൊക്കെ പറ്റുന്ന തരത്തിലായിരിക്കും. പ്രത്യേക രീതിയിലാണ് അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ പ്രത്യേകത എന്താണ്? സെന്റർ ഓഫ് ദ റൂമിലായിരിക്കും അല്ലെ, സെന്ററിലായിരിക്കും ഈ ഒരു ടേബിൾ ഉണ്ടായിരിക്കുക. ഏബിൾ ടു റൈസ്, able to rise, lower and tilt any direction. ഏതൊരു ഡയറക്ഷൻസിലേക്കും അതിനെ പൊസിഷനിങ് ചെയ്യാവുന്ന തരത്തിൽ അല്ലെ, ഏത് ഡയറക്ഷനിലേക്കും പൊസിഷനിങ് ചെയ്യാവുന്ന തരത്തിലായിരിക്കും ഓപ്പറേഷൻ ടേബിള് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏത് ഡയറക്ഷൻസിലേക്കും അത് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്ന തരത്തിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് റൂം ലാംപ്സ് allow for brilliant illumination without shadow in the case of surgery. എന്താണ്? Operating room lamps allow for brilliant illumination without a shadow in the case of surgery. ഓപ്പറേറ്റിംഗ് റൂംസിലെ ലാംപ്സ് ലൈറ്റനിങ് എന്ന് പറഞ്ഞ എന്താണ്? വളരെ ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലൈറ്റ്സുകളായിരിക്കും അല്ലെ, ബ്രില്യന്റ് ലൈറ്റനിങ് ആയിരിക്കും അവിടെ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്, എന്തിനാണ് അങ്ങനെ ലൈറ്റനിങ് ചെയ്തിരിക്കുന്നത്? വിത്തൗട്ട് ഷാഡോ ഇൻ ദ കേസ് ഓഫ് സർജറി. മികച്ച വെളിച്ചം കിട്ടാൻ തന്നെയാണ്, പക്ഷെ സർജറി ചെയ്യുന്ന സമയത്ത് ഷാഡോസ് അല്ലെ,
ഈ സർജന്മാരുടെ ഡോക്ടേഴ്സിന്റെ ഒക്കെ ഒന്നും നിഴല് വരാൻ പാടില്ല അല്ലെ, നിഴല് പതിക്കാൻ പാടില്ല, അതായത് ഷാഡോ ഉണ്ടാവാൻ പാടില്ല. അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള മികച്ച ബ്രൈറ്റനിങ് ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, ഓപ്പറേഷൻ റൂമില് ഉണ്ടാവുക. Operating rooms lamps allow for brilliant illumination without shadow in the case of surgery. സർജറി ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എന്താണ് എല്ലാവരും ഇങ്ങനെ കുടിഞ്ഞ് എല്ലാവരും ഇങ്ങനെ റൗണ്ട് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ആ സമയത്ത് എന്താണ് ഒരാളുടെ നിഴല് പതിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഭാഗം എന്താണ് ഡാർക്ക് ആയി പോകും. അപ്പൊ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പിശകുകൾ വരാൻ, മിസ്റ്റേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ എക്യുപ്പേർഡ് ആയിട്ടുള്ള ബ്രൈറ്റനിങ് ലൈറ്റിംഗ് സെറ്റപ്പ് ആണ് എവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഓപ്പറേഷൻ റൂംസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഷാഡോസ് റെഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ലൈറ്റിനിങ് ആയിരിക്കും എവിടെ ഉണ്ടാവുക, ഓപ്പറേഷൻ റൂംസിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, മനസ്സിലായോ? യെസ്. Then patient will be linked to different monitors that keep track of vital signs. These consist of your heart rate and blood pressure. എന്താണ്? Patient will be linked to different monitors. Operation theatreസിലുള്ള പേഷ്യൻസ് എന്തുമായി കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം? എന്തുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ലിങ്ക് ചെയ്തിരിക്കുന്നത്? പേഷ്യന്റ് മോണിറ്റേഴ്സ് ആയിട്ട് അല്ലെ. പേഷ്യന്റ് മോണിറ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ. പേഷ്യന്റ് മോണിറ്റേഴ്സിൽ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്? പേഷ്യൻസിന്റെ വൈറ്റൽ സയൻസുകൾ അല്ലെ, ബയോമെട്രിക്കൽ വാല്യൂസ് അല്ലെ. പേഷ്യന്റിന്റെ ബയോമെട്രിക്കൽ വാല്യൂസ് ആണ് BP, ഓക്സിജൻ സാച്ചുറേഷൻ, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ അല്ലെ. ഇത്തരം കാര്യങ്ങള് എന്താണ് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വൈറ്റൽ സയൻസുകളാണ് അല്ലെ. വൈറ്റൽ സൈനുകൾ നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യന്റിനെ ഓരോ പേഷ്യന്റ് മോണിറ്റേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് ഒരു പേഷ്യൻസിലും ഏതെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മോണിറ്റേഴ്സ് ആയിട്ട് പേഷ്യൻസിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസോ എന്തെങ്കിലും അൺകോൺഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ആ ഒരു മോണിറ്റേഴ്സിൽ അതിന്റെ വേരിയേഷൻസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ മോണിറ്റേഴ്സിലൂടെയാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഓക്കെ, അത് എത്രയും പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് പേഷ്യൻസിനെ ഓരോ മോണിറ്റേഴ്സ് ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്. യെസ്, ടു ചെക്ക് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ പേഷ്യന്റ് സ്റ്റേബിൾ ആണോ, കോൺഷ്യസ് ആണോ, ഏതെങ്കിലും തരത്തിലുള്ള അബ്നോർമാലിറ്റീസ് കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം? A ventilator or breathing machine stand close to head of the operating table. If the procedure is done under the general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. എന്താണ് ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ അടുത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്? ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് എന്ത് ഘടിപ്പിച്ചിരിക്കണം? വെന്റിലേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. ഓപ്പറേഷൻ ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വെന്റിലേറ്ററോ ബ്രീത്തിങ് മെഷീൻ അല്ലെ, ബ്രീത്തിങ് മെഷീനോ വെന്റിലേറ്ററോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇപ്പോ ജനറൽ അനസ്തീഷ്യക്ക് കൊടുക്കുന്നത് ഏത് സമയത്താണ്? ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്നത്
എന്തെങ്കിലും മേജർ ആയിട്ടുള്ള സർജറീസ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും അല്ലെ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. ഏതെങ്കിലും മേജർ ആയിട്ടുള്ള സർജറീസ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഓക്കെ, ഏതൊക്കെ സർജറിയാണ്? കാർഡിയാക് സർജറിയോ അല്ലെങ്കിൽ ബ്രെയിൻ സർജറിയോ ഒക്കെ ചെയ്യുന്ന സമയത്തായിരിക്കും എന്ത് കൊടുക്കുന്നത്? ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. അപ്പൊ അത്തരം പേഷ്യൻസ് എന്താണ് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. ഇത്തരത്തില് ഹൈ റിസ്ക് ഉള്ള സർജറീസ് വരുന്ന സമയത്ത് അത്തരത്തിലുള്ള പേഷ്യൻസിന് എന്താണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കും, സ്വന്തമായിട്ട് ബ്രീത്തിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് എന്ത് ബ്രീത്തിങ് മെഷീനോ അല്ലെങ്കിൽ വെന്റിലേറ്ററോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് അപ്പോ ഓപ്പറേറ്റിംഗ് ടേബിളിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് എന്തുണ്ടായിരിക്കണം? വെന്റിലേറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഏതെങ്കിലും തരത്തിലുള്ള അതായത് ഏതെങ്കിലും ഹൈ റിസ്ക് ഉള്ള സർജറീസ്, ബ്രെയിൻ സർജറിയോ പിന്നെന്താണ് കാർഡിയാക് സർജറിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താണ് അത്തരത്തിലുള്ള പേഷ്യൻസിന് എന്താണ് സ്വന്തമായിട്ട് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് വെന്റിലേറ്ററോ അല്ലെങ്കിൽ ബ്രീത്തിങ് മെഷീൻസിന്റെ സൗകര്യം ആവശ്യമായി വരുന്നത്. ഓക്കെ, അപ്പോ ആർക്കൊക്കെയാണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്? ഏതൊക്കെ സിറ്റുവേഷനിലാണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത് അറിയാമോ? മേജർ സർജറിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത് അല്ലെ. എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? എപ്പിഡ്യൂറൽ ഗേൾസിന് അറിയാൻ പറ്റും അല്ലെ. എന്താണ് ഡെലിവറി സമയത്ത് അല്ലെ, ഡെലിവറി ടൈമിൽ കൊടുക്കുന്ന അനസ്തേഷ്യയാണ് എന്ത്? എപ്പിഡ്യൂറൽ അല്ലെ. സിസേറിയൻ ടൈം കേൾക്കാമോ? യെസ്. ഓക്കെ, സി സെക്ഷന് കൊടുക്കുന്ന അനസ്തേഷ്യയാണ് ഏത്? എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. അത് കൊടുക്കുമ്പോൾ എന്തായിരിക്കാം? ആ പേഷ്യന്റ് കോൺഷ്യസ് ആയിരിക്കും, പക്ഷെ പെയിൻ ഉണ്ടായിരിക്കില്ല അല്ലെ. ദെൻ ഇനി എമർജൻസി എന്തെങ്കിലും ഹൈ റിസ്ക് ഉള്ള സർജറീസ് ഒക്കെ ചെയ്യുമ്പോൾ കൊടുക്കുന്ന അനസ്തേഷ്യയുടെ പ്രത്യേകത എന്താണ്? ജനറൽ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ എന്താണ്? പേഷ്യൻസ് അൺകോൺഷ്യസ് ആയിരിക്കും അല്ലെ. ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് പേഷ്യന്റ് അൺകോൺഷ്യസ് ആയിരിക്കും. ഓക്കെ, കേൾക്കുന്നില്ല നിങ്ങള്? ഓക്കെ,
Then germ-free instruments to be used during surgery. Next point എന്താണ്? Germ-free instruments to be used during surgery. എങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉപയോഗിക്കേണ്ടത്? യെസ്, germ-free ആയിട്ടുള്ള അണുവിമുക്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെ ടൂൾസുകൾ ആയിരിക്കണം സർജറി സമയത്ത് ഉപയോഗിക്കേണ്ടത് അല്ലെ. സ്റ്റെറൈൽ ആയിട്ടുള്ള ടൂൾസുകൾ ആയിരിക്കണം സർജറി സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത്. യെസ്, അണുവിമുക്തമായ ഇൻസ്ട്രുമെന്റ്സ്. Then a diathermy machine to control bleeding usually is present. എന്താണ് പിന്നെന്താണ് ഉപയോഗിക്കേണ്ടത്? ഡയാതെർമി മെഷീൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഡയാതെർമി മെഷീൻ ഉപയോഗിക്കുന്നത്? ടു കൺട്രോൾ ബ്ലീഡിങ് അല്ലെ. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? ഡയാതെർമി മെഷീൻ. നോട്ട് ചെയ്യാട്ടോ. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് സുഹൈന ചോദിക്കുന്നത്? പ്രഗ്നന്റ് അബൌട്ട് സുഹൈന എന്താ മെസ്സേജ് അയച്ചേ? കണ്ടില്ല മിസ്. പ്രഗ്നന്റ് ടൈമിലുള്ള അനസ്തേഷ്യൻ എന്താ? എപ്പിഡ്യൂറൽ കേട്ടോ. ഡെലിവറി ടൈമിൽ കൊടുക്കുന്ന അനസ്തേഷ്യയാണ് എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. ഓക്കെ ഓക്കെ. ഡയാതെർമി മെഷീൻ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ ബ്ലീഡിങ് യൂഷ്വലി ഈസ് പ്രസന്റ് അല്ലെ. അതൊരു ചെറിയൊരു ഡിവൈസ് ആണ്. ഡയാതെർമി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിവൈസ് ആണ്. ഒരു പേനയുടെ ഒക്കെ ഒരു ആകൃതിയിൽ കേട്ടോ. അത് നിങ്ങളിപ്പോ ഗൂഗിളിൽ ഒന്ന് നോക്കിയാൽ മതി. ഡയാതെർമി മെഷീൻസ് നടിക്കുമ്പോ അതിന്റെ പിക്ചർ വരും. കാണുന്നുള്ളവര് കണ്ടാൽ മതി കേട്ടോ. ചെറിയ പേനയുടെ എത്ര ഉണ്ടാവും അതിന്റെ വലിപ്പം. ഒരു ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയാണ് അതിൽ കൂടെയാണ് ചെറിയ ചെറിയ മുറിവുകൾ, ചെറിയ ഇൻസെഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എന്താണ് മെഷീനാണ് ഡയാതെർമി എന്ന് പറയുന്നത്. ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഡയാതെർമി മെഷീൻസ് എവിടെ ഉണ്ടായിരിക്കും? ഓപ്പറേഷൻ ടേബിളില് ഉണ്ടായിരിക്കും. If the surgery requires its hard-line machines or other specialized tool may be brought into the room. If the surgery requires ആവശ്യമെങ്കിൽ സർജറി ടൈമിൽ ആവശ്യമെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഹാർഡ്-ലൈൻ മെഷീൻ. എന്താണ് ഹാർഡ്-ലൈൻ മെഷീൻ എന്ന് പറയുന്നത്? എന്തിനു വേണ്ടിയാണ് ഹാർഡ്-ലൈൻ മെഷീൻ ഉപയോഗിക്കുന്നത്? ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഓപ്പറേഷൻ റൂമിൽ എല്ലാവിധ ടൂൾസുകൾ ഉണ്ടായിരിക്കും അല്ലെ. എല്ലാവിധ എക്യുപ്മെന്റ്സുകളും ഡിവൈസുകളും ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിലൊന്നാണ് എന്താ ഹാർഡ്-ലൈൻ മെഷീൻ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കാർഡിയാക് സർജറിയുടെ സമയത്ത് അല്ലെ. ഹൃദയ സംബന്ധമായിട്ടുള്ള സർജറിയുടെ സമയത്താണ് ഇത്തരത്തില് പേഷ്യന്റിന്റെ ലങ്സിന്റെയും ഹാർട്ടിന്റെയും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു മെഷീനാണ്. അതായത് കാർഡിയാക് സർജറി ഒക്കെ നടക്കുന്ന സമയത്ത് പേഷ്യന്റിന്റെ ഹാർട്ടിന്റെയും ലങ്സിന്റെയും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് ആരാണ്? ഈ ഹാർട്ട് ലങ് മെഷീൻസിന്റെ ഹാർട്ട് ലങ് മെഷീൻസ് ആണ് അത്തരത്തില് പേഷ്യന്റിന്റെ ശ്വാസവും അതുപോലെ തന്നെ ലങ്സിന്റെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് നിറവേറ്റുന്നത് ഈ ഹാർട്ട് ലങ് മെഷീൻസ് ആണ്. ഓക്കെ, അതർ ടൂൾസ് ഏതൊക്കെയാണ്? ഓർ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസ്. പിന്നെ എന്തൊക്കെ ടൂൾസുകൾ ഇവിടെ ഉണ്ടായിരിക്കും? അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസുകൾ എന്തൊക്കെ ഉണ്ടായിരിക്കാം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൂൾസുകളൊക്കെ പറഞ്ഞല്ലേ? യെസ്, എക്സ്റേ മെഷീൻസ് ഉണ്ടായിരിക്കാം, ECG ഉണ്ടായിരിക്കാം, പിന്നെ പോർട്ടബിൾ എക്സ്റേ ഒക്കെ ഉണ്ട് ഇപ്പൊ അല്ലെ. പോർട്ടബിൾ ആയിട്ടുള്ള എക്സ്റേകള് സ്പെഷ്യലൈസ്ഡ് ടൂൾസിൽ എന്തൊക്കെ വരാം? പിന്നെ യെസ്, വെരി ഗുഡ് ആനന്ദ്, ഡെഫിബ്രിലേറ്റർ. ഈ ആനന്ദ് നേടിയാക്കണത് ആനന്ദ് തന്നെയാണോ? ഈ പെൺകുട്ടിയാണോ ആനന്ദ്? അങ്ങനെ ചോദിച്ചത് എന്താണെന്നോ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വേറൊരു കുട്ടി അത് പെൺകുട്ടിയാണെന്ന് ഓർത്താണ് സംസാരിക്കണേ, അല്ല ആൺകുട്ടിയാണെന്ന് ഓർത്താ സംസാരിച്ചോണ്ടിരിക്കണേ. പക്ഷെ അത് പെൺകുട്ടിയായിരുന്നു. കുറെ നാൾ ക്ലാസ് എടുത്ത് കുറെ കഴിഞ്ഞപ്പോഴാണ് അത് ആൺകുട്ടിയാണെന്ന് അറിയുന്നത്.
അല്ല, അത് പെൺകുട്ടിയാണെന്ന് അറിയുന്നത്, ആൺകുട്ടിയാണെന്നൊപ്പം സംസാരിക്കണം. ഓക്കെ, ആനന്ദ്. യെസ്. സ്പെഷ്യലൈസ്ഡ് ടൂൾസുകളൊക്കെ ഇപ്പൊ എന്തൊക്കെയാണ്? ECG മെഷീൻസുകള്, എക്സ്റേ, ഡെഫിബ്രിലേറ്റേഴ്സുകള്, പിന്നെ എന്തൊക്കെയാണ്? ഓക്കെ, ഇപ്പൊ എന്താണ് ഹാർട്ട് ലൈൻ മെഷീൻ? ഹാർട്ട് ലൈൻ മെഷീൻ CPR അല്ലേ? ഹാർട്ട് ലൈൻ മെഷീന്റെ പ്രവർത്തനം എങ്ങനെയാണ്? എന്താണ് ഹാർട്ട് ലൈൻ മെഷീൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതെ, പേഷ്യന്റിന്റെ ടെമ്പററി ആയിട്ടുള്ള ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് മാറ്റുന്നതിന് വേണ്ടിയിട്ടും ലങ്സിന്റെ പ്രവർത്തനങ്ങള് കൃത്യമായി നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഹാർട്ട് ലൈൻ മെഷീൻസുകള് ഉപയോഗിക്കുന്നത് അല്ലെ? ടെമ്പററി ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ്സുകളാണത്. ഓക്കെ, ഏത് സമയത്ത്? ഓപ്പൺ സർജറിയുടെ ഒക്കെ സമയത്ത് അല്ലെ, കാർഡിയാക് സർജറി പോലുള്ള സർജറിയുടെ സമയത്താണ് ഇത്തരത്തിലുള്ള മെഷീൻസിന്റെ ഒക്കെ ആവശ്യകതകൾ വരുന്നത്. യെസ്, വി പ്ലേസ് ഹാർട്ട് ആൻഡ് ലങ്സ് ഫങ്ഷൻ. യെസ്, വെരി ഗുഡ്. Then ലാസ്റ്റ് എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം will likely be called to reduce bacterial growth. എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം will likely be called to reduce bacterial growth. എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് ഓപ്പറേഷൻ റൂം? യെസ്, എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. എന്തിനു വേണ്ടിയാണ്? ബാക്ടീരിയൽ ഫിൽട്രേഷന് വേണ്ടിയിട്ട് അല്ലെ? ബാക്ടീരിയൽ ഫിൽട്രേഷൻസിന് വേണ്ടിയിട്ടാണ്, ബാക്ടീരിയ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ കോൾഡ് ടെമ്പറേച്ചറിൽ ഓപ്പറേറ്റിംഗ് റൂമുകള് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. യെസ്, യാതൊരു വിധത്തിലുള്ള അണുക്കൾ ഉണ്ടാകാനായിട്ട് അവിടെ പാടില്ല. ജോഫ്രി ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കും എവിടെ ഉണ്ടാകേണ്ടത്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ ഉണ്ടാകേണ്ടത്. അതിനാൽ തന്നെ എയർ കണ്ടീഷൻ ചെയ്തിട്ടുള്ള കൂൾ ടെമ്പറേച്ചറിലായിരിക്കണം ഓപ്പറേഷൻ റൂംസുകള് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഓക്കെ ആണോ? യെസ്, ഇന്നൂടെ നോക്കിയേ. ഓപ്പറേഷൻ ടേബിൾ എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്. എങ്ങനെയുള്ള ടേബിൾ ആണ്? ഓപ്പറേഷൻ ടേബിൾ പൊസിഷനിങ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അല്ലെ, ഏതൊരു ഡയറക്ഷൻസിലേക്കോ റേസ് ചെയ്യാനും അതുപോലെ തന്നെ ലോവർ പാർട്ടിലേക്ക് ഉയർത്താനും താഴ്ത്താനും കഴിയുന്ന തരത്തിലുള്ള ഒരു സെന്ററിലായിരിക്കും ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഏത് ഡയറക്ഷൻസിലേക്കും മാറ്റാന് സാധിക്കുന്ന തരത്തിലുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ടേബിൾ ആയിരിക്കും ഓപ്പറേഷൻ ടേബിള്. ഓക്കെ, പിന്നെ എന്താണ്? എങ്ങനെയായിരിക്കും അവിടുത്തെ ലൈറ്റിനിങ് എങ്ങനെയാണ്? luminous അല്ലെ, brilliant illumination without shadow in the case of surgery അല്ലെ, ഷാഡോസ് വരാതിരിക്കാനായിട്ട് reduce shadow. സർജറിയുടെ സമയത്ത് യാതൊരുവിധ തടസ്സങ്ങളൊന്നും കൂടാതെ, ഷാഡോസ് ഒന്നും നീളങ്ങളൊന്നും കൂടാതെ ബ്രൈറ്റനിങ് ആയിട്ട് പ്രൊസീജിയർ നടത്താൻ വേണ്ടിയിട്ട് ലൂമിനസ് ആയിട്ടുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള ലൈറ്റിനിങ് ആയിരിക്കും തിയേറ്റേഴ്സിൽ ഉണ്ടായിരിക്കുക. പിന്നെ എന്തൊക്കെയുണ്ടാവും? patient will be എന്തുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം? patient monitor, different monitors ആയിട്ട് അല്ലെ, വൈറ്റൽ സയൻസുകള് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോണിറ്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ, വൈറ്റൽ സയൻസുകൾ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, യെസ്. പിന്നെ a ventilator or breathing machine stand close to head of the operating table. പിന്നെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? വെന്റിലേറ്റേഴ്സ് നിയർ ദ ഹെഡ് അല്ലെ, തൊട്ടടുത്ത് തന്നെ വെന്റിലേറ്റർ സൗകര്യം ഉണ്ടായിരിക്കണം. പിന്നെന്താണ്? എങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്? ജാം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കണം. To be used during surgery. Then sterile ആയിട്ടുള്ള ടൂൾസുകളായിരിക്കും ഉപയോഗിക്കേണ്ടത്.
ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? ബ്ലീഡിംഗ് കൺട്രോൾ ചെയ്യുന്നത് യെസ്, ഡയാതെർമി മെഷീൻസ്. ഓക്കെ, മറ്റെന്തെല്ലാം ടൂൾസുകൾ എന്തെല്ലാം ആവശ്യമായി വന്നേക്കാം? മറ്റെന്തെല്ലാം സർജറി ടൂൾസുകൾ വരാം? യെസ്, ഹാർട്ട് ലങ് മെഷീൻസുകള്, ദെൻ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾസുകള്, പോർട്ടബിൾ എക്സ്റേ, ECG തുടങ്ങിയ മറ്റു ടൂൾസുകളോ ആവശ്യമായിട്ട് വന്നേക്കാം. ദെൻ ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്? കോൾഡ് ആയിരിക്കണം അല്ലെ? കോൾഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ തന്നെ അത് നിലനിർത്തണം. എയർ കണ്ടീഷൻ ആയിരിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെ? ബാക്ടീരിയൽ ഗ്രോത്ത് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തില് എയർ കണ്ടീഷനിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോള് സോണിംഗ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അതൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. നെക്സ്റ്റ് പേജില് സോണിംഗ് ഓപ്പറേഷൻ തിയേറ്റർ അതൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. 4 സോണുകൾ ഉണ്ട് ഓപ്പറേഷൻ തിയേറ്ററില്. ആ 4 സോണുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം. എടുത്ത ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക, പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.